ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. IPL-ൽ എതിർ ടീമുകൾക്ക് മേൽ 6 കൊണ്ടും 4 കൊണ്ടും സംഹാര താണ്ഡവമാടുന്ന രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ഹൈദരാബാദിൻ്റെ മണ്ണിൽ നാഗ്പൂർ വിദർഭയിൽ നിന്നുള്ള പ്രഫുൽ ഹിംഗയും ബീഹാറിൽ നിന്നുള്ള സാക്കിബ് ഹുസൈനും കൂടി നിലം പരിശാക്കിയിരിക്കുന്നു. ആ രണ്ട് യുവതാരങ്ങളുടെ വിക്കറ്റ് വേട്ടയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജസ്ഥാൻ റോയൽസ് 57 റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഹൈദരാബാദിനോട്. ഒരു അൺബീറ്റൺ റെക്കോർഡുമായി മുന്നേറുന്ന രാജസ്ഥാൻ റോയൽസിനെ ഹൈദരാബാദിൻ്റെ ചുണക്കുട്ടികൾ പിടിച്ചു കെട്ടുന്നു. ഓറഞ്ച് ആർമിയുടെ ആരാധകർക്ക് മുന്നിൽ ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ഹൈദരാബാദിനെ തന്നെ ബാറ്റിങ്ങിന് അയക്കുന്നു. അഭിഷേക് ശർമ്മ 0-ന് പുറത്താകുന്നു. 18 പന്തിൽ 18 റൺസ് എടുത്ത ട്രേവിസ് ഹെഡ് പുറത്താകുന്നു. പിന്നീടാണ് ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ്റെ ഒരു അത്യുജ്വല ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിച്ചത്. 44 പന്തിൽ 91 റൺസ് എടുത്ത് സെഞ്ചുറിക്കരികെ വെച്ച് ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ പുറത്താകുന്നു. ക്ലാസൻ 40 റൺസ് എടുക്കുന്നു. നിതീഷ് കുമാർ റെഡ്ഡി 28 റൺസ് എടുക്കുന്നു. സലീൽ അറോറ 24 റൺസ് എടുക്കുന്നു. രാജസ്ഥാൻ റോയൽസിന് മുന്നിലേക്ക് 217 എന്ന വിജയലക്ഷ്യം വെക്കുന്നു. എത്ര വലിയ സ്കോറുകളും ഭയമേതുമില്ലാതെ ചേസ് ചെയ്ത് പിടിക്കുന്ന രാജസ്ഥാൻ റോയൽസിന് പക്ഷേ ഇത്തവണ അടിമുടി തെറ്റിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. വേൾഡിലെ എക്കണോമിക് ബൗളേഴ്സായ ജോഷ് ഹാസിൽവുഡിനെയും ബുംറയെയുമെല്ലാം നേരിട്ട പന്തുകളെ 6ലേക്ക് പറത്തിയ വൈഭവ് സൂര്യവംശി സ്ട്രൈക്കിലെത്തുമ്പോൾ ആദ്യ പന്തിൽ തന്നെ പ്രഫുൽ ഹിംഗെ സലീൽ അറോറയുടെ കരങ്ങളിലെത്തിച്ച് വൈഭവ് സൂര്യവംശിയെ പുറത്തേക്ക് അയക്കുന്നു. ന്യൂ ബാറ്ററായെത്തിയ ജോറലിനെയും 2 പന്തുകൾക്ക് ശേഷം പുറത്താക്കുന്നു. ഇമ്പാക്ട് പ്ലെയറായെത്തിയ ലുവാൻഡ്രയെയും ആ ഓവറിൻ്റെ അവസാന പന്തിൽ പുറത്താക്കുന്നു. സെക്കൻഡ് ഓവർ ബോൾ ചെയ്യാനെത്തിയ സാക്കിബ് ഹുസൈൻ ജയ്സ്വാളിനെയും മടക്കി അയക്കുന്നു. പ്രഫുൽ ഹിംഗെ തൻ്റെ 2ാം ഓവർ ബോൾ ചെയ്യാനെത്തിയപ്പോൾ ക്യാപ്റ്റൻ റയാൻ പരാഗിനെയും പുറത്താക്കുന്നു. 9 റൺസ് എടുക്കുമ്പോഴേക്ക് രാജസ്ഥാൻ റോയൽസിൻ്റെ 5 മുൻനിര വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് എന്ന ടീം വെറും ഊതിവീർപ്പിച്ച ബലൂണാണെന്ന് IPL-ലെ മറ്റു ടീമുകൾക്ക് മുന്നിൽ ഇതാ തുറന്നു കാണിച്ചു കൊടുക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ബൗളേഴ്സ്. മുൻനിരയെ നിലം പരിശാക്കുന്ന ഒരു ബൗളിംഗ് പ്രകടനം. പിന്നീടെത്തിയ രവീന്ദ്ര ജഡേജയും ഫെരേരയുമാണ് വൻ നാണക്കേടിൽ നിന്ന് രാജസ്ഥാൻ റോയൽസിനെ രക്ഷിച്ചത്. 118 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും പടുത്തുയർത്തിയത്. എന്നാൽ ജഡേജയെ ഇഷാൻ മലിംഗയും ഫെരേരയെ സാക്കിബ് ഹുസൈനും മടക്കുന്നു. തൻ്റെ തൊട്ടടുത്ത ഓവർ ബോൾ ചെയ്യാനെത്തിയ സാക്കിബ് ഹുസൈൻ ആർച്ചറെയും രവി ബിഷ്ണോയെയും തുടരെ പുറത്താക്കുന്നു. വീണ്ടും കൂട്ടത്തകർച്ച നേരിടുന്നു. അവസാന നിമിഷത്തിലുള്ള ദേശ്പാണ്ഡെയുടെ 11 പന്തിൽ 25 റൺസാണ് പരാജയഭാരം രാജസ്ഥാൻ റോയൽസിന് കുറച്ചു കൊടുത്തത്. അങ്ങനെ 19ാം ഓവറിൻ്റെ അവസാന ബോളിൽ ദേശ്പാണ്ഡെയുടെ വിക്കറ്റ് ഇഷാൻ മലിംഗ നേടിയെടുക്കുന്നു. രാജസ്ഥാൻ റോയൽസ് 159-ന് പുറത്താകുന്നു. 57 റൺസിൻ്റെ വിജയവുമായി നിർണായക 2 പോയിന്റ് നേടിയെടുക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്ന് പരാജയപ്പെട്ടെങ്കിലും 5 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളിങ്ങിലെയും ബാറ്റിങ്ങിലെയും ബലഹീനത തുറന്നു കാണിക്കുന്ന മത്സരമായിരുന്നു ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നില എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹൈദരാബാദിന് തകർച്ച നേരിട്ട സമയത്ത് രക്ഷിക്കാൻ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായി ഇഷാൻ കിഷൻ നിറഞ്ഞാടിയെങ്കിൽ ഇവിടെ റയാൻ പരാഗിനെ രക്ഷകൻ്റെ വേഷം കെട്ടിയാടാൻ സാധിക്കാതെ പോകുന്നു. അങ്ങനെ 2026-ൻ്റെ IPL-ലെ ആദ്യ തോൽവി രുചിക്കുന്നു രാജസ്ഥാൻ റോയൽസ്. പ്രഫുൽ ഹിംഗെ 34 റൺസ് വഴങ്ങി 4 ഓവറിൽ 4 വിക്കറ്റുകൾ നേടിയെടുത്തപ്പോൾ സാക്കിബ് ഹുസൈൻ 24 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ സ്വന്തമാക്കി. രാജസ്ഥാൻ റോയൽസിൻ്റെ മുൻനിരയെ പാടെ തകർത്തു കളഞ്ഞ 3 പേരെയാണ് ഇന്ന് പ്രഫുൽ ഹിംഗെ 0-ന് പുറത്താക്കിയത്. പ്രഫുൽ ഹിംഗയുടെ ഒരു ബൗളിംഗ് തന്നെയാണ് രാജസ്ഥാൻ റോയൽസിനെ നടുവടിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രഫുൽ ഹിംഗെ തന്നെയാണ്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.